മുസ്ലിയാക്കന്മാർ മൗലവിമാരെ ഉത്തരം മുട്ടിക്കാമെന്നും അങ്ങനെ തകർക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിങ്ങ് വന്നപ്പോ മുജാഹിദ് പണ്ഡിതന്മാരുടെ ശരക്കണക്കിനുള്ള മറുപടികളുടെ മുന്നിൽ നിലനിൽക്കാൻ കഴിയാതെ വന്ന് പരുങ്ങിയപ്പോൾ പിന്നീട് മുഖാമുഖം കലക്കാമെന്നങ്ങ് വിചാരിച്ചു. പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിന്നു. കല്ലേറ് നടത്തിയവർ, അതിനുശേഷം എത്ര ആളുകൾ, 3ഓളം ആളുകൾ തല പൊട്ടിക്കീറി രക്തമൊലിച്ച് സദസ്സിലൂടെ നടന്നു വരുന്നത് കണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മഞ്ചേരിയിലെ ആളുകൾ. ഈ തോന്നിവാസങ്ങൾ മുഴുവനും കാണിച്ചപ്പോൾ മുജാഹിദുകൾ പ്രതികരിച്ചില്ല. പരിപാടി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയി. ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി വന്നപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. അപ്പോഴതാ അടുത്ത വർത്തമാനം, ഇതിങ്ങനെ തുടരാൻ പറ്റൂല, തുടർന്നാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അവരുടെ നേതാക്കന്മാര് വന്ന് പോലീസുകാരെ കയ്യിലെടുത്തു. പോലീസുകാർ പറഞ്ഞു ചോദ്യോത്തര സെഷൻ നിർത്തിയിട്ട് പ്രസംഗം തുടങ്ങുന്നു. അങ്ങനെ പ്രസംഗം തുടങ്ങി. പിന്നെയും കാണാൻ കുറെ സമയം മുഖാമുഖം നീണ്ടുപോയി. അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മുജാഹിദുകളെ കല്ലെറിയുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടി കലക്ക് നാശമാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. സഹോദരങ്ങളെ, ഈ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശപൂർവ്വം വന്ന ആളുകൾ കല്ലേറ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ പ്രവർത്തകർ പ്രകോപിതരാകരുത്. സമാധാനപൂർവ്വം ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാ ആളുകളും അവരവരുടെ സീറ്റിലിരിക്കുക. ഈ പരിപാടി കേൾക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മുഴുവൻ പ്രവർത്തകരും തങ്ങളുടെ സീറ്റിലിരിക്കുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് ആവശ്യം തൗഹീദിനെ തടയിടലാണ്. അതിന് നാം ഒരിക്കലും വടിയാകാതിരിക്കുക. നമ്മുടെ പ്രവർത്തകർ കസേരയിട്ട് അവിടെ ഇരിക്കുക. കസേര തലയിൽ വെച്ച ആളുകൾ അത് വെച്ച് താഴെ ഇരിക്കുക. സുഹൃത്തുക്കളെ, പെർമിഷൻ എടുത്ത് ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത് കുറച്ച് വെള്ളം കുടിക്കും. സുഹൃത്തുക്കളെ, ആദർശ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പെർമിഷൻ എടുത്ത് നിയമപാലകരുടെ സംരക്ഷണത്തിൽ പരിപാടി നടത്താനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ കല്ലേറ് നടത്തിക്കൊണ്ടും ആളുകളെ ആക്രമിച്ചുകൊണ്ടും ഇതിനെ നേരിടുക എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക്, ബിദ്അത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. ഇവർ മുഖാമുഖം നടത്തുന്നത് നമ്മൾ മാന്യന്മാരായതുകൊണ്ടാണ്. നമ്മൾ അവരെ മുഖാമുഖത്തിൽ കല്ലെറിയാനോ മുഖാമുഖം മലങ്കോലപ്പെടുത്താനോ പോകാത്തത് കൊണ്ടാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖാമുഖം കൊണ്ട് മറുപടി പറയാൻ സാധിക്കുമോ? മുഖാമുഖത്തിന് മുഖാമുഖമല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇളക്കിവിട്ട് നിങ്ങൾക്ക് എന്താ മുഖാമുഖം നടത്തിക്കൂടെ എന്ന് ആളുകൾ ചോദിക്കുമ്പോഴാണ് ഞങ്ങൾ മുഖാമുഖം പരിപാടിക്ക് നിർബന്ധിക്കപ്പെടാറുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങൾ മുഖാമുഖം നടത്തുമ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുവാനും ആക്രമിക്കുവാനുമാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ സത്യമായി പുലരാൻ വേണ്ടി മാത്രം നാം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സംരംഭത്തിന് അള്ളാഹുവിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയമപാലകരുടെ കർശനമായ നിർദ്ദേശം പാലിച്ച് നാം ഇവിടെ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിന്തുടരുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും അടങ്ങിയിരിക്കുക. ആരും ബഹളമുണ്ടാക്കരുത്. എല്ലാവരും ശാന്തരായിരിക്കുക. ദയവ് ചെയ്ത് ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്. അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. മുഴുവൻ മുജാഹിദ് പ്രവർത്തകരും ഇവിടെ ശാന്തരായിരിക്കുക. ശാന്തരായിരിക്കുക. ആരായ കസേരത്തരൻ
സുന്നി പ്രവർത്തകന്മാരുടെ തിരിഞ്ഞു പോവുക. പ്രിയമുള്ള സുന്നി പ്രവർത്തകന്മാരെ തിരിഞ്ഞു പോവുക. ഞങ്ങൾ ചോദിക്കാൻ സൗകര്യത്തിലൂടെ ആളുകളുണ്ട്. ഒന്നുമില്ല, നിങ്ങളിങ്ങോട്ട് പോന്നോളി, വിഷയമില്ല. സൂറത്തെ ആൽ ഇംറാനിലെ വിശുദ്ധ ഖുർആൻ സൂറത്തെ ആൽ ഇംറാനിൽ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് നിങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രസംഗം ജനങ്ങൾക്ക് ക്ലിക്ക് ചെയ്തു. ജനസമൂഹത്തിനിടയിൽ നല്ല മാറ്റം ാനികള് മദ്യപിച്ചിട്ടാ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പറയും, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ലമൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ്, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയി, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ, ഒരു തെറ്റൊരു മനുഷ്യൻ ചെയ്തു പോയാൽ അല്ലാഹുവിനോടവൻ ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഅ്സിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഅ്സിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങൾക്ക് പാപം പൊറുക്കാനുള്ളത്? വമൻ യഅ്സിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോട് പാപം പൊറുക്കലിനെ തേടണം. എന്ത് പാപങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. വമൻ യഅ്സിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോടാണ് നിങ്ങൾ പൊറുക്കലിനെ തേടേണ്ടത്. അല്ലാഹുവല്ലാതെ പാപം പൊറുക്കാൻ ആളില്ല. അതുപോലെ മറുഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും സൊറ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് പിന്നെ കണ്ടത്. അത് മുസ്ലിയാക്കന്മാരുടെ ആവശ്യപ്രകാരം സംവാദം കലക്കിയതിന് മുസ്ലിയാക്കന്മാരുടെ വക സൽക്കാരം, ആ സൽക്കാരം ചിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് നൽകിയത് വളരെ വ്യക്തമായി അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ പകർത്തിയെടുത്തു. എന്നു മാത്രമല്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ പൈശാചികത വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം, വലത് കൈ കൊണ്ട് ഭക്ഷണം